കേരളത്തിൽ CPM-ൻ്റെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് VD സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, കെ മുരളീധരനോ കെ സുധാകരനോ പോലുമല്ല, മറിച്ച് ഷാഫി പറമ്പിൽ MP ആണ്. ഷാഫി പറമ്പിലിനോട് ഈ അടുത്ത കാലം വരെ CPM-കാർക്ക് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ശത്രുതയും ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനത്തെ 140 MLA-മാരിൽ ഒരാൾ മാത്രമായിരുന്ന കാലത്ത് CPM-ന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തോട്, ഈ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ഒരു വിദ്വേഷത്തിനോ പകയ്ക്കോ കാരണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആലുവ MLA അൻവർ സാദത്തും ഷാഫി പറമ്പിലും ഏതാണ്ട് ഒരേ സമയത്താണ് കേരള നിയമസഭയിലെ അംഗങ്ങളായിട്ട് വന്നത്. അൻവർ സാദത്തിനോട് അന്നും ഇന്നും CPM-കാർക്ക് പ്രത്യേകിച്ച് പകയോ വിദ്വേഷമൊന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാരൻ, ആലുവ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്, അവിടുന്ന് ജയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അദ്ദേഹത്തിന് അവരൊരിക്കലും കൽപ്പിച്ചിട്ടില്ല, ഇപ്പോഴും കൽപ്പിക്കുന്നില്ല. ഷാഫിയുടെ സ്ഥിതി ഇത് തന്നെയായിരുന്നു. പക്ഷേ പാർലമെൻറ്റിലേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ, അതും CPM-ൻ്റെ കോട്ടയായ കേരളത്തിലെ ഏറ്റവും അധികം CPM-കാരുള്ള വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്ന് മത്സരിച്ചപ്പോൾ CPM-കാർക്ക് അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത അസഹിഷ്ണുതയായി. ഇദ്ദേഹത്തെ കാണുന്നത് അവർക്ക് ചതുർത്ഥിയായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാഫർ സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ പ്രചരിപ്പിച്ച് ഇവർ വലിയ സാമുദായിക വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സാമുദായിക വികാരം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് രണ്ട് രീതിയിലും ഉണ്ടായി. ഹിന്ദു വികാരം ഉണ്ടായി, മുസ്ലിം വികാരം ഉണ്ടായി, രണ്ടും ഷാഫിക്ക് ഗുണമായിട്ടാണ് മാറിയത്. അങ്ങനെയാണ് ശൈലജ ടീച്ചറെ വലിയ വ്യത്യാസത്തിൽ ഷാഫി വടകരയിൽ തോൽപ്പിച്ചത്. ശൈലജ ടീച്ചറെ മാത്രമല്ല തോൽപ്പിച്ചത്, CPM-ലെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ വടകരയിൽ ക്യാമ്പ് ചെയ്ത് ഷാഫിക്കെതിരായിട്ട് പ്രചരണവും പല ദുരാരോപണങ്ങളും ഉന്നയിച്ചു. അതിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഡബിൾ എ റഹീമിൻ്റെ കാര്യമാണ്. ഡബിൾ എ റഹീം അവിടെ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ഷാഫിയാണെന്ന് പ്രഖ്യാപിച്ചു. അതൊക്കെ കേട്ട് അവിടുത്തെ കുറച്ച് DYFI-കാർ കൈയടിച്ചു എന്നല്ലാണ്ട് ഈ കൈയടിച്ച DYFI-കാർ ഒരു വോട്ട് ചെയ്തപ്പോൾ ഷാഫിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നടത്തിയ ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ടാണ് ഷാഫി ജയിച്ചതും ഷാഫിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ഈർഷ്യ, അദ്ദേഹത്തോടുള്ള അസഹിഷ്ണുത ഇവർക്ക് മൂർച്ഛിച്ചു. അത് പിന്നീട് പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായപ്പോഴും ഷാഫിയെ ഒറ്റതിരിച്ച് ആക്രമിക്കാനാണ് CPM-കാർ ശ്രമിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഷാഫി എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു വലിയ ഭീഷണിയാണ്. താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു നേതാവ്, ഇതുവരെ ഒരു ആരോപണത്തിലും പാതറീഭൂതനാകാത്ത ഒരു മനുഷ്യൻ, ഒരു വിവാദത്തിലും പെടാത്ത ആൾ, അനാവശ്യമായ ഒരു വാക്കോ വാചകമോ പറയാത്ത ആൾ. എന്നാൽ ഇവനെ സംഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു ദുരാരോപണം ഉന്നയിച്ചത്. കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അവരെ ബാംഗ്ലൂർക്ക് ക്ഷണിക്കും എന്നുള്ളതാണ്. അത് പിന്നീട് അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയോ അതിന് എന്തെങ്കിലും തെളിവോ പരാതിക്കാരെയോ ഹാജരാക്കുകയോ ചെയ്തില്ല. CPM-കാരുടെ ഉണ്ടയില്ലാത്ത വെടികളിൽ ഒരു വെടിയായിട്ട് അതും അവശേഷിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ കായികമായിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തു. ആദ്യം CPM-കാർ പറയുന്നു ഷാഫിക്ക് തല്ലുകൊണ്ടല്ല, അത് ഷാഫി മുഖത്ത് ചുവന്ന മഷി ഒഴിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചോര പുരണ്ട ഷർട്ട് പരിശോധനയ്ക്ക് അയച്ചാൽ മതിയല്ലോ, മഷിയാണോ രക്തമാണോ എന്ന് അറിയാനായിട്ട് ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന പ്രവർത്തകൻ്റെ മൂക്ക് മുറിഞ്ഞപ്പോൾ ഷാഫി ചോരയെടുത്ത് സ്വന്തം മേത്ത് തേച്ചാണെന്ന് പറയാം. പണ്ട് ശിവദാസ് മേനോന് തല്ലിയിട്ടിപ്പോൾ സഖാബി NN കൃഷ്ണദാസ് ആ രക്തമെടുത്ത് സ്വന്തം ആ ഷർട്ടിൽ തേച്ച പോലെ. അത് ഇപ്പോൾ ഇവരുടെ വെല്ലുവിളി മറ്റൊന്നായി. ഷാഫിക്ക് മർദ്ദനമേൽക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തു വിടാമോ? ആ ദൃശ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് അതിനും മറുപടിയായി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, വേറൊരു വലിയ ലോ പോയിൻ്റ് ഉന്നയിച്ചു. അതെന്ന് വെച്ചാൽ ഒരാളുടെ മൂക്കിന് സർജറി നടത്തണമെങ്കിൽ അതിനു മുമ്പായിട്ട് മീശയും താടിയും പഠിക്കണം എന്നാണ് മാർക്സിസ്റ്റുകാരുടെ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ആവശ്യമില്ല എന്ന് ENT സർജന്മാർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഗ്യാസ് പോയി. അപ്പോഴൊക്കെ പറഞ്ഞത് ഏതോ യൂത്ത് കോൺഗ്രസ്സുകാരൻ അടുത്ത് നിൽക്കുന്നവൻ്റെ കൈ കൊണ്ടിട്ടാണ് ഷാഫിയുടെ മൂക്ക് മുറിഞ്ഞത്, അല്ലാതെ പോലീസോ അതുമല്ലെങ്കിൽ DYFI-കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ റൂറൽ SP തന്നെ വന്നിട്ട് പറഞ്ഞത് പോലീസുകാർ തല്ലി തന്നെയാണ്, അല്ലാതെ മറ്റു വിധത്തിൽ മുറിവ് പറ്റിയതല്ല. ഇതൊക്കെ കഴിഞ്ഞാൽ CPM-കാർ തെറ്റിദ്ധരുത്താൻ തയ്യാറാണോ? അല്ല.